ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ബൈ കാറ്റഗറി. പ്രോഡക്റ്റ് ബൈ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഞാനൊരു പർട്ടിക്കുലർ കാറ്റഗറി സെലക്ട് ചെയ്താൽ അതിൻ്റെ പ്രോഡക്റ്റ്സ് എനിക്ക് കാണിക്കണം. അപ്പോൾ ഒരു പുതിയൊരു പേജിൽ ഞാൻ ഏത് കാറ്റഗറിയാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, പ്രോഡക്റ്റ് ബൈ കാറ്റഗറിയുടെ പേജ് സെയിം ആയിരിക്കും, നമ്മുടെ ഹോം പേജ് അതേപോലെ ആയിരിക്കും. അപ്പോൾ ഹെഡർ ഉണ്ടാവും, സ്ലൈഡർ ഉണ്ടാവില്ല, മറിച്ച് കാറ്റഗറിയും അതേപോലെ തന്നെ ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്തത് അതിൻ്റെ പ്രോഡക്ട്സ് നമ്മൾ കാണിക്കും. അതാണ് പ്രോഡക്റ്റ് ബൈ കാറ്റഗറി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ബൈ കാറ്റഗറിയിലാകുമ്പോൾ നമ്മുടെ URL എങ്ങനെ ഉണ്ടാവും? ലോക്കൽ ഹോസ്റ്റ് 3000 പ്രോഡക്റ്റ് കാറ്റഗറി / ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്യുന്നത് അതുണ്ടാവും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ബൈ കാറ്റഗറിയിൽ നമുക്ക് ഹെഡർ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഒരു പേജ് 404 ആണ്. കാരണം ഇങ്ങനെയുള്ള ഒരു റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റൗട്ട് ക്രിയേറ്റ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ആപ്പ് ഫോൾഡറിനകത്ത് ഞാനൊരു പുതിയൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യും. അതാണ് ബ്രാക്കറ്റ് റൗട്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗട്ട്സിനകത്ത് നമുക്ക് ഏത് റൗട്ട്സ് ആണോ കൊടുക്കേണ്ടത് അത് നമുക്കിപ്പോൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേസിൽ എന്താണ്? പ്രോഡക്ട്സ് കാറ്റഗറിയാണ്. പ്രോഡക്ട്സ് കാറ്റഗറി ശേഷം നമുക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം ഉള്ളത് പ്രോഡക്ട്സ് കാറ്റഗറി എന്നുള്ളതാണ്. റൗട്ട്സിനകത്ത് ആദ്യം ഞാൻ പ്രോഡക്ട്സ് -കാറ്റഗറി എന്ന് കൊടുക്കും. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇത് ഡൈനാമിക്കാണ്. ഇത് ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഇത് ഡൈനാമിക്കാണ്. സോ ഞാൻ എന്ത് ചെയ്യും? ഇതിനകത്ത് വേറൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യും. അത് ഡൈനാമിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇതിട്ട് കൊടുക്കും. അതെന്താണ്? കാറ്റഗറി നെയിമാണ്. കാറ്റഗറി നെയിം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ? റൗട്ട്സ് പ്രോഡക്റ്റ് കാറ്റഗറി, അതിനകത്ത് കാറ്റഗറി നെയിമാണ്. ഓക്കെ, ഇനി ഈ കാറ്റഗറി നെയിമിനകത്ത് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് page.jsx. ഓക്കെ, RFCE എൻ്റർ. ഇതെന്താണ്? പ്രോഡക്റ്റ് കാറ്റഗറി. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു റൗട്ട് ക്രിയേറ്റായി, അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല, ആ റൗട്ട് ക്ലിയറാണ്. ഇപ്പോൾ 404 എറർ കാണിക്കില്ല, കാരണം ഞാൻ ആ റൗട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു റൗട്ടിൽ ഞാൻ എന്ത് പാസ് ചെയ്യുന്നു, അതായത് ഫോർ എക്സാമ്പിൾ ഏത് കാറ്റഗറിയാണ് ഞാൻ പാസ് ചെയ്യുന്നത് അത് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് ഈ ഒരു പാരംസ് ലഭിക്കണം, ഈ കാറ്റഗറി ലഭിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഫ്രണ്ട് എൻഡിൽ ഈ ഒരു കോമ്പനൻറ്റിൽ ഞാൻ ഒരു പ്രോപ്സും കൂടി ഇടും. അതാണ് പാരംസ്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ബ്രാക്കറ്റിൽ പാരംസ് ഡോട്ട് കാറ്റഗറി നെയിം, കാറ്റഗറി നെയിം. ഈ കാറ്റഗറി നെയിം എവിടെ നിന്നാണ് ലഭിച്ചത്? കാരണം ഇത് ഡൈനാമിക് റൗട്ടാണ്. സോ ഈ നെയിമാണ് ഞാനിവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. സോ പാരംസ് ഡോട്ട് കാറ്റഗറി നെയിം. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു കാറ്റഗറി നെയിം ലഭിക്കണം. ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് ലഭിക്കണം. കണ്ടില്ലേ? ഞാൻ ഫ്രൂട്ട്സ് നിന്ന് എടുത്തപ്പോൾ ഫ്രൂട്ട്സ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും കൊടുക്കും, വെജ്. ഇപ്പോൾ എനിക്ക് വെജ് ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ? അതാണ് ഞാൻ പാരംസ് ആക്സസ് ചെയ്തു. ഇവിടെ എൻ്റെ കാറ്റഗറീസ് ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ഈച്ച് കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് അത് പോകണം. ഓക്കെ, ഞാൻ വെജിറ്റബിൾ ക്ലിക്ക് ചെയ്താൽ /പ്രോഡക്ട്സ് കാറ്റഗറി /വെജിറ്റബിൾ എന്ന് വരണം. ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ /പ്രോഡക്റ്റ് കാറ്റഗറി /ഫ്രൂട്ട്സ് എന്ന് വരണം. അതാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും? ഇതിവിടെയാണുള്ളത്, ഇത് പേജിലാണുള്ളത്. പേജിൽ ഏതാണ്? കോമ്പണൻസിൽ കാറ്റഗറി ലിസ്റ്റാണ്. ഓക്കെ, സോ കാറ്റഗറി ലിസ്റ്റിൽ നമ്മൾ കാറ്റഗറി ലിസ്റ്റ് ചെയ്യുന്നുണ്ടല്ല. സോ ഇവിടെ ഞാൻ എന്ത് ഇട്ട് കൊടുക്കും? ഞാൻ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ലിങ്ക് എന്തിനാണുള്ളത്? ലിങ്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനാണ്. സോ നെക്സ്റ്റ് ലിങ്കിൽ നിന്ന് ഞാനിത് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതിലൊരു പ്രോപ്പും കൂടി വരും, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്ന് പറയാം. അതാണ് href. ഇപ്പോൾ href എന്താണ്? href അതായത് ഏത് റൗട്ടിലേക്കാണോ എനിക്ക് പോകേണ്ടത് അത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. സോ എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് അത് പ്രോഡക്റ്റ് കാറ്റഗറി ആയിരിക്കും. പ്രോഡക്റ്റ് കാറ്റഗറി. അവിടെ നിന്ന് ഞാൻ എവിടെ പോവും? അവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് കാറ്റഗറി ആട്രിബ്യൂട്ട്സ് നെയിമിലേക്കാണ്, അല്ലേ?
കാറ്റഗറി ആട്രിബ്യൂട്ട്സ് നെയിമിലേക്ക് ഞാൻ പോകും. സോ ഇവിടെ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ പ്രോഡക്റ്റ് കാറ്റഗറി അവിടെ നിന്ന് കാറ്റഗറി നെയിമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതെന്തിനാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ലിങ്ക് ഞാനിവിടെ ക്ലോസ് ചെയ്യും. ഇതും ക്ലോസ് ചെയ്യാനുണ്ട്. യെസ്, സോ ലിങ്ക് ഞാൻ എന്ത് ചെയ്തു, റാപ്പ് ചെയ്തു. കംപ്ലീറ്റ് ആ ഒരു കാറ്റഗറിയിലേക്ക് ഞാൻ റാപ്പ് ചെയ്യും. സോ ഇപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, പ്രോഡക്റ്റ് കാറ്റഗറി / വെജിറ്റബിൾ. പ്രോഡക്റ്റ് അല്ല, പ്രോഡക്ട്സ് ആണ്, പ്രോഡക്ട്സ്. സോ പ്രോഡക്ട്സ് കാറ്റഗറിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. കാറ്റഗറി ആട്രിബ്യൂട്ട് നെയിം ഏത് കാറ്റഗറിയാണോ ഞാൻ സെലക്ട് ചെയ്തത് അവിടെ പോകണം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫ്രൂട്ട്സിലേക്ക് പോകും. ഓക്കെ, വെജിറ്റബിൾ ക്ലിക്ക് ചെയ്താൽ വെജിറ്റബിളിലേക്ക് പോകും. ഓക്കെ, പെർഫെക്റ്റ്. എൻ്റെ ഹോം പേജാണിത്. സോ ഹോം പേജിലുള്ള ഈ ഒരു പോർഷൻ ഞാൻ അങ്ങനെ എടുക്കും, അതേ രീതിയിലെടുക്കും. ഓക്കെ, സോ ടോപ്പിലായി സെലക്ട് ചെയ്ത കാറ്റഗറിയുടെ നെയിം ഉണ്ടാവും, താഴെ എല്ലാ കാറ്റഗറിയും ഉണ്ടാവും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ page.jsxൽ ഒരു h2 ടാഗ് ഇട്ട് കൊടുക്കും. h2. സോ അവിടെ params.category നെയിം ആയിരിക്കും. സോ ഇത് ഞാൻ കട്ട് ചെയ്യും, എന്നിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ h2 ടാഗിൽ അത് കാണിക്കുന്നുണ്ട്. സോ ഇതിന് വേണ്ട ക്ലാസ് ഞാൻ കൊടുക്കാം, ക്ലാസ് നെയിം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ കാറ്റഗറി നെയിം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കാറ്റഗറി ലിസ്റ്റും കൂടി ഞാൻ കാണിക്കും. അതിനായിട്ട് ഞാനൊരു കോമ്പനൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ കോമ്പനൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ അതിനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറീസ് എന്നുള്ള ഫോൾഡറിൽ ഞാൻ വേറൊരു ഫോൾഡറും കൂടി ആഡ് ചെയ്യും. അതാണ് _components. ഓക്കെ, സോ ഈ ഒരു കോമ്പണൻസിനകത്ത് ഒരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ടോപ്പ് കാറ്റഗറി ലിസ്റ്റ് .jsx. എൻ്റർ, RFCE എൻ്റർ. ഓക്കെ, ഈ ഒരു ടോപ്പ് കാറ്റഗറി ഞാൻ എൻ്റെ പേജിൽ ഇൻക്ലൂഡ് ചെയ്യും. ടോപ്പ് കാറ്റഗറി ലിസ്റ്റ്. ടോപ്പ് കാറ്റഗറി ലിസ്റ്റിലേക്ക് എനിക്ക് കാറ്റഗറി ലിസ്റ്റ് അയക്കേണ്ടി വരും. സോ ഞാൻ എന്ത് ചെയ്യും, കോൺസ്റ്റ് കാറ്റഗറി ലിസ്റ്റ് എടുക്കും. എവിടെ നിന്ന്? അവൈറ്റ് ഗ്ലോബൽ API. സോ ഓൾറെഡി കാറ്റഗറി ലിസ്റ്റ് നമ്മൾ ഫെച്ച് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു API നമ്മുടെ അടുത്തുണ്ട്, അതിൽ നിന്ന് ഞാൻ ഫെച്ച് ചെയ്യും. സോ ഗെറ്റ് കാറ്റഗറി ലിസ്റ്റ്. ഇത് അവൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫങ്ഷൻ അസിങ്ക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ് ലഭിക്കുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ പാസ് ചെയ്യും പ്രോപ്പായിട്ട്. കാറ്റഗറി ലിസ്റ്റ് ഓഫ് കാറ്റഗറി ലിസ്റ്റ്. ഇനി കാറ്റഗറി ലിസ്റ്റിൽ, ടോപ്പ് കാറ്റഗറി ലിസ്റ്റിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ഡൺ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിതിനെ ഇട്രേറ്റ് ചെയ്യാം. സോ കാറ്റഗറി ലിസ്റ്റ് .map, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഓൾറെഡി ഞാൻ ഇത് മാപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയാ? ഇവിടെ കാറ്റഗറി ലിസ്റ്റിൽ. സോ അത് ഞാൻ അങ്ങനെ കോപ്പി ചെയ്യും. ഓക്കെ, സോ ഇതാണത്. ഞാൻ കോപ്പി ചെയ്തു, ടോപ്പ് കാറ്റഗറി ലിസ്റ്റിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇവിടെ കാറ്റഗറി ലിസ്റ്റ് .map കാറ്റഗറി ഇൻഡെക്സ് ഉണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡിവിനെ മാറ്റിയിട്ട് ഇതിൻ്റെ ക്ലാസ് ഞാൻ ലിങ്കിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഡിവ് വേണ്ട, ആവശ്യമില്ല. സോ ഇതിൻ്റെ ക്ലാസ് ഞാനിവിടെ ഇട്ട് കൊടുക്കും. ക്ലാസ് നെയിം = പേസ്റ്റ്. ഓക്കെ, ലിങ്ക് ഈസ് നോട്ട് ഡിഫൈൻഡ്. ലിങ്ക് ഇമ്പോർട്ട് ചെയ്യാം ഫ്രം നെക്സ്റ്റ് ലിങ്ക്, ഫ്രം നെക്സ്റ്റ് ഇമേജ്. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ഈ ഡിവിലേക്ക് ക്ലാസ് കൊടുക്കും. ക്ലാസ് നെയിം ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. ഇച്ചിരി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് കൊടുക്കാം.
യെസ് പെർഫെക്റ്റ്. സോ ഇപ്പോൾ ഞാൻ ഒരു കാറ്റഗറി ചൂസ് ചെയ്താൽ ബേക്കറി, ബാർബിക്യൂ, ഫ്രൂട്ട്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ പ്രോഡക്റ്റ്സ് ആണ് കാണിക്കാനുള്ളത്. സോ അത് നമുക്ക് ചെയ്യാം. ഓക്കെ ഇനി നമുക്കുള്ളത്, ഞാൻ ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫ്രൂട്ട്സ് കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്ട്സും ലിസ്റ്റ് ചെയ്യണം. ഓക്കെ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ട URL ഫൈൻഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ട URL എങ്ങനെയാണ് നോക്കുന്നത്, സ്ട്രാപ്പിയിൽ. സോ അത് നമുക്ക് നോക്കാം. നമ്മുടെ ബാക്ക്-എൻഡ് URL ആണ് ലോക്കൽ ഹോസ്റ്റ് 1337/API/products. ഇവിടെ ഇപ്പം ഞാൻ പോപ്പുലേറ്റ് സ്റ്റാർ എന്നിട്ട് കൊടുത്താൽ എനിക്ക് എല്ലാ പ്രോഡക്ട്സും ലഭിക്കുന്നുണ്ട് അല്ലേ. സോ എനിക്ക് എല്ലാ പ്രോഡക്ട്സ് ആവശ്യമില്ല, ഞാൻ ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്തത് ആ പ്രോഡക്ട്സ് എനിക്ക് കിട്ടിയാൽ മതി. അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെയിം ഒരു വെജിറ്റബിൾ ഉണ്ട് ബാർക്കോലി. ഓക്കെ സോ ഇതിൻ്റെ കാറ്റഗറി ഏതാണ്, ആ കാറ്റഗറിയിലേക്ക് എനിക്ക് മൂവ് ചെയ്യണം. സോ ഇതിൻ്റെ കാറ്റഗറിയാണ് വെജിറ്റബിൾ. സോ വെജിറ്റബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ചൂസ് ചെയ്താൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കണം, ഈ ഒരു വെജിറ്റബിൾ ബാർക്കോലി കാണിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വേറെ കാറ്റഗറിയും ഉണ്ട്. വെജിറ്റബിൾ അല്ലാണ്ട് ഒരുപാട് കാറ്റഗറീസ് ഇതിലുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ഏത് ചൂസ് ചെയ്തത് അത് മാത്രം വേണ്ടത്. സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ പോപ്പുലേറ്റിന് പകരം ഫിൽട്ടേഴ്സ് ഇട്ട് കൊടുക്കും. ഫിൽട്ടേഴ്സ്. സോ ഫിൽട്ടേഴ്സ് ഓഫ് വാട്ട്, ഫിൽട്ടേഴ്സ് ഓഫ് കാറ്റഗറീസ് ആണ്. കാറ്റഗറീസിൻ്റെ എന്താണ്, കാറ്റഗറീസിൻ്റെ നെയിമാണ്. സോ കാറ്റഗറീസിൻ്റെ നെയിം എന്തിന് ഈക്വൽ ആവണം, കാറ്റഗറീസിൻ്റെ നെയിം എനിക്ക് ഞാൻ കൊടുക്കുന്ന കാറ്റഗറിക്ക് ഈക്വൽ ആവണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്രൂട്ട്സ് എന്നിട്ട് കൊടുത്താൽ എനിക്ക് ഒന്നുമില്ല, കാരണം ഫ്രൂട്ട്സ് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതേ സമയത്ത് വെജിറ്റബിൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, കാരണം ഇതെല്ലാം വരുന്നത് വെജിറ്റബിളിൻ്റെ അണ്ടറിലാണ്. ഓക്കെ ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്, ഈ ഒരു URL എങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്, അതറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാപ്പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്യാം REST API ഫിൽറ്റേഴ്സ് സ്ട്രാപ്പി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് കിട്ടും. സ്ട്രാപ്പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ഫിൽറ്ററിങ് ചെയ്യുക, സോ പബ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഫിൽറ്ററിങ് എങ്ങനെയാണ് ചെയ്യുക, എല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഓക്കെ ഞാനവിടെ കൊടുത്ത ഈക്വൽ ആയാലും അതേപോലെ തന്നെ ഇൻ ആയാലും ഈ എല്ലാത്തിൻ്റെയും മീനിങ് ഉണ്ട്. ഓക്കെ ഞാനിവിടെ കൊടുത്ത ഇൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്ലൂഡഡ് ഇൻ ആൻ അറേ. സോ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലാവും. ഓക്കെ സോ നോർമലി ഇത് പറയുന്നത് പ്രോഡക്റ്റ്സിൽ ഞാൻ ഒരു ഫിൽറ്റർ ഇട്ട് കൊടുക്കും. ഞാൻ ഏത് കാറ്റഗറി നെയിമാണോ ചൂസ് ചെയ്യുന്നത് അതെനിക്ക് പ്രോഡക്റ്റ്സിൽ വന്നാൽ മതി. സോ പ്രോഡക്റ്റ് ലിസ്റ്റിൽ വന്നാൽ മതി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ എനിഹൗ ഇപ്പോൾ നമ്മുടെ ലിങ്ക് നമുക്ക് ലഭിച്ചു. ഇനി ഞാൻ ഈ ഒരു API ക്രിയേറ്റ് ചെയ്യും. നേരെ ഗ്ലോബൽ APIസിലേക്ക് വരും. അവിടെ ഞാൻ ഒരു APIയും കൂടി ക്രിയേറ്റ് ചെയ്യും. ഗെറ്റ് പ്രോഡക്ട്സ് ബൈ കാറ്റഗറി ഒരു ഫങ്ഷനാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ആക്സിയോസ് ക്ലയൻറ്റ് ഡോട്ട് ഗെറ്റ്, ഇവിടെ URL ഉണ്ട്. URL എന്താണ്, ഇതാണ്. സോ പ്രോഡക്ട്സ് ഫിൽട്ടർ കാറ്റഗറി നെയിം ഓഫ് $in വെജിറ്റബിൾ എന്നല്ല, ഇവിടെ നമ്മൾ ഡൈനാമിക്കായി കൊടുക്കും. സോ ഞാൻ എന്ത് ചെയ്യും, ഒരു പാരംസ് ആക്സെപ്റ്റ് ചെയ്യും, അതാണ് കാറ്റഗറി. സോ ആ ഒരു കാറ്റഗറിക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ഫിൽട്ടർ ചെയ്യാനുള്ളത്. സോ ഈ ഒരു പാരംസ് നേരെ ഞാൻ എൻ്റെ URL ഇട്ട് കൊടുക്കും. ഓക്കെ എന്നിട്ട് എനിക്കിത് പോപ്പുലേറ്റ് ചെയ്യണം. പോപ്പുലേറ്റ് ഈക്വൽസ് ടു സ്റ്റാർ ഡോട്ട് ദെൻ റെസ്പോൺസ് ലഭിച്ചാൽ റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് ഡേറ്റ ഡൺ. ഓക്കെ ഗെറ്റ് പ്രോഡക്ട്സ് ബൈ കാറ്റഗറിയാണ്, ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യും. ഡൺ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു API ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോഡക്റ്റ് ബൈ കാറ്റഗറിയുടെ പേജിൽ ഇത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അവിടെ ടോപ്പ് കാറ്റഗറിന് താഴെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഡിവ് ഇട്ട് കൊടുക്കും, ഡിവ്. ഓക്കെ സോ ഈ ഡിവിൽ
ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റ് ഇട്ട് കൊടുക്കും. പ്രോഡക്റ്റ് ലിസ്റ്റ് ഓൾറെഡി കോമ്പണൻസ് ഉണ്ട്. സോ പ്രോഡക്ട്സ് ലിസ്റ്റ് ഫ്രം കോമ്പണൻറ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പോൾ എനിക്ക് ലിസ്റ്റ് അയക്കണം, പ്രോഡക്റ്റ് ലിസ്റ്റ് അയക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത API കോൾ ചെയ്തു. കോൺസ്റ്റ് പ്രോഡക്റ്റ് ലിസ്റ്റ് ഈക്വൽസ് ടു അവൈറ്റ് global API dot get products by category. കാറ്റഗറി എന്താണ്? കാറ്റഗറി പാരംസ് ഡോട്ട് കാറ്റഗറി നെയിമാണ്. ഡൺ. സോ ഇത് ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിലേക്ക് അയക്കും. സോ പ്രോഡക്റ്റ് ലിസ്റ്റ് ഈക്വൽസ് ടു പ്രോഡക്റ്റ് ലിസ്റ്റ്. എന്നിട്ട് ഇതിനൊരു ക്ലാസ് കൊടുക്കാം, ക്ലാസ് നെയിം. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഒന്നുമില്ല. സോ വെജിറ്റബിൾ ക്ലിക്ക് ചെയ്താൽ വെജിറ്റബിൾ എനിക്ക് വരണം. ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പ്രോഡക്റ്റ്സ്. സോറി, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ആൻഡ് കൊടുക്കണം. ഓക്കെ, കാരണം ഈ പോപ്പുലേറ്റ് എന്നുള്ളത് ഇത് വേറൊരു ക്വരി പാരമാണ്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റബിൾ ക്ലിക്ക് ചെയ്താൽ വെജിറ്റബിൾ ലഭിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. സോ ലെറ്റ് മീ ആഡ് വൺ ഫ്രൂട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. സോ ഫ്രൂട്ട്സ് ഓറഞ്ച് കാണിക്കുന്നുണ്ട്, വെജിറ്റബിൾ കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ്. എനിക്കിപ്പോൾ ഇനിയുള്ളത് ഇവിടെ ഞാൻ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇത് ഞാൻ ചൂസ് ചെയ്താലും എനിക്ക് ആ പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് പോകണം. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. സോ ഞാൻ നേരെ ഹെഡേഴ്സിലേക്ക് പോകും. അവിടെ കാറ്റഗറി ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. സോ ഇത് ഞാൻ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കും. ഇതിന് ലിങ്ക് ഫ്രം നെക്സ്റ്റ് ലിങ്ക് href, ഇവിടെയും സെയിം സ്ലാഷ് പ്രോഡക്ട്സ് കാറ്റഗറി സ്ലാഷ് എന്താണ് കാറ്റഗറി ആട്രിബ്യൂട്ട്സ് നെയിമാണ്. കോപ്പി ഇതിവിടെ പേസ്റ്റ് ചെയ്യും. ഞാൻ ക്ലോസ് ചെയ്യും. ഈ ലിങ്ക് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ ഇട്ട് കൊടുക്കും. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഞാൻ ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്യും. ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. വെജിറ്റബിളും കിട്ടുന്നുണ്ട്. നൈസ് ആൻഡ് ഗുഡ്. ഇനിയിപ്പോൾ എനിക്കുള്ളത് ഞാൻ ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്തത് ആ ഒരു കാറ്റഗറി ഹൈലൈറ്റ് ആക്കി കാണിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്ത് വെജിറ്റബിളാണ്. സോ ഈ ഒരു വെജിറ്റബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഹൈലൈറ്റ് ആക്കി കാണിക്കണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ എൻ്റെ page.jsxലേക്ക് പോകും. അതെവിടെയാണ്? കാറ്റഗറി നെയിമിൻ്റെ page.jsx. സോ നമ്മുടെ ടോപ്പ് കാറ്റഗറി ലിസ്റ്റിലേക്ക് ഞാൻ വേറൊരു പാരമും കൂടി ആഡ് ചെയ്യും. അതാണ് ലെറ്റ്സ് ടേക്ക് സെലക്റ്റഡ് കാറ്റഗറി. സോ ഇതെന്തിനാണ്? അപ്പോൾ യൂസർ ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്തത് അത് ഞാൻ എവിടെ ഇട്ട് കൊടുക്കും. സോ യൂസർ ചൂസ് ചെയ്തത് പാരംസ് ഡോട്ട് കാറ്റഗറി നെയിമാണ്. സോ അത് ഞാൻ സെലക്റ്റഡ് കാറ്റഗറിയിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഒരു സെലക്റ്റഡ് കാറ്റഗറി നമ്മുടെ ടോപ്പ് കാറ്റഗറി ലിസ്റ്റിൽ ഞാൻ ഒരു പ്രോപ്പായി ആക്സെപ്റ്റ് ചെയ്യും. സെലക്റ്റഡ് കാറ്റഗറി കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് അതിന് വേണ്ട കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. അതെങ്ങനെ കൊടുക്കുന്നത്? ഞാൻ എല്ലാ ക്ലാസ്സിനും ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. സോ ഫ്ലെക്സ് കോൾ ഐറ്റംസ്. അപ്പോൾ അതിനായി എന്ത് ചെയ്യും, ക്ലാസ് നെയിമിൽ സിംഗിൾ ഇൻവെർട്ടഡ് കൊമ എടുത്ത് അവിടെ ഒരു കർലി ബ്രേസ് ഇട്ട് കൊടുക്കും. കർലി ബ്രേസ് എവിടെയാണോ ക്ലോസ് ആവുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനം. ഇവിടെ ഞാൻ കർലി ബ്രേസിനകത്ത് ഒരു ബാക്ക് ടിക്ക് ഇട്ട് കൊടുക്കും. ബാക്ക് ടിക്ക് ഇതിവിടെ. സോ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിലായി ഞാൻ ബാക്ക് ടിക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് കണ്ടീഷൻ ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ലെറ്റ്സ് ടേക്ക് $selected category equals to category dot attributes dot name. അതായത് ഇത് നമ്മുടെ സെലക്റ്റഡ് കാറ്റഗറിക്ക് ഈക്വൽ ആയാൽ, സെലക്റ്റഡ് കാറ്റഗറിയിലേക്ക് ഈക്വൽ ആയാൽ ഏത്, അതായത് ഈ ലിസ്റ്റിലുള്ള ഒരു കാറ്റഗറി. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ എന്താവണം? അതിൻ്റെ സ്റ്റൈൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആവണം. ഗ്രീൻ ഓഫ് 600. ടെക്സ്റ്റ് വൈറ്റ് ആണ്. ഓക്കെ,
അതേപോലെ തന്നെ നമ്മുടെ കാറ്റഗറി നെയിം അവിടെയും എനിക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാനുണ്ട് ക്ലാസ്സിൽ. സോ ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ എടുത്ത് ബാക്ക്ടിക്ക് ഇട്ട് കൊടുക്കും. ഇവിടെയും അതേപോലെ തന്നെ ബാക്ക്ടിക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കണ്ടീഷനാണ് ഡോളർ സെലക്റ്റഡ് കാറ്റഗറി ഈക്വൽസ് ടു കാറ്റഗറി ആട്രിബ്യൂട്ട്സ് നെയിം. സോ ഇതിലേക്ക് ഈക്വൽ ആയാൽ എന്താണ്, ആൻഡ് ടെക്സ്റ്റ് വൈറ്റ് ആവണം. പെർഫെക്റ്റ്. നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, വെജിറ്റബിൾ ഇവിടെ അനേബിൾഡ് ആണ്. ഇപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഫ്രൂട്ട്സ് ഇപ്പോൾ അനേബിൾ ആണ്. ബാർബിക്യൂ സെലക്ട് ചെയ്താൽ അത് അനേബിൾഡ് ആണ്. യെസ്, ഫാൻറ്റാസ്റ്റിക്. ഇതാണ് പ്രോഡക്റ്റ് ബൈ കാറ്റഗറി.